പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. വർഷങ്ങളായി വീടുപണി പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നവർ, സാമ്പത്തികമില്ലാത്തതിനാൽ തറ കെട്ടിയിട്ടിരിക്കുന്നവർ, വീട് വയ്ക്കാൻ ഒരിഞ്ച് സ്ഥലം പോലും ഇല്ലാത്തവർ, സ്ഥലം വിൽക്കാൻ തടസ്സങ്ങൾ നേരിടുന്നവർ, ഇവർക്കായി ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് എന്ന സങ്കീർത്തന വചനം നമുക്ക് ധ്യാനിക്കാം. ഈജിപ്തിലേക്കുള്ള പലായനത്തിലും നസ്രത്തിലെ ജീവിതത്തിലും ഈശോയ്ക്ക് അഭയമായത് പരിശുദ്ധ അമ്മയുടെ തണലാണ്. വാടക വീടുകളിൽ കഷ്ടപ്പെടുന്നവരെയും സ്വന്തമായി ഒരു മേൽക്കൂരയ്ക്കായി കുതിക്കുന്നവരുടെ സങ്കടം അമ്മ ഇന്ന് ഈശോയുടെ സന്നിധിയിൽ അർപ്പിക്കും. അമ്മ വിചാരിച്ചാൽ നമ്മുടെ വീട് പണിയിലെ കല്ലും മുള്ളും നീങ്ങും. സഹായനാഥയായ മാതാവേ, കൃപാസനം രാജ്ഞി, പാതി വഴിയിൽ നിലച്ചുപോയ ഓരോ വീട് പണികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ നിയമപരമായ തടസ്സങ്ങൾ കൊണ്ടോ പണി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അത്ഭുതകരമായി നീക്കിത്തരണമേ. സിമന്റ്, കട്ട, മണൽ തുടങ്ങിയ പണികൾക്ക് ആവശ്യമായ സാധനങ്ങൾ മിതമായ വിലയിൽ ലഭ്യമാകാൻ വഴിയൊരുക്കണമേ. പണിക്കാർ വിശ്വസ്തരായിരിക്കട്ടെ. തറക്കല്ലിട്ട വീടുകൾ വേഗത്തിൽ മേൽക്കൂര പണിയുവാൻ അമ്മ സഹായിക്കണമേ. അമ്മേ, സ്ഥലം വിൽക്കാൻ ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അർഹമായ വിലയ്ക്ക് സ്ഥലം വിറ്റു പോകാതിരിക്കാൻ ഇടയാക്കുന്ന എല്ലാ ശത്രുദോഷങ്ങളും കണ്ണേറുകളും നീക്കിത്തരണമേ. ബാങ്ക് ലോണുകൾ ലഭിക്കാൻ നേരിടുന്ന സാങ്കേതിക തടസ്സങ്ങൾ മാറ്റണമേ. വീട് വയ്ക്കാൻ അനുയോജ്യമായ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരിടം കാട്ടിക്കൊടുക്കണമേ. അതിർത്തി തർക്കങ്ങൾ മൂലം പണി മുടങ്ങിയ വീടുകളിൽ സമാധാനം നൽകി തടസ്സങ്ങൾ നീക്കണമേ. അമ്മേ, വീട് പണിക്കായി എടുക്കുന്ന ലോണുകൾ തിരിച്ചടയ്ക്കാൻ മാർഗം നൽകണമേ. കടക്കെണിയിൽ കുടുങ്ങി വീട് ജപ്തി ഭീഷണിയിൽ നിൽക്കുന്നവരെ സംരക്ഷിക്കണമേ. സ്വന്തമായി വീടില്ലാതെ വാടക വീടുകളിൽ അലയുന്നവർക്ക് ഈ വർഷം തന്നെ ഒരു കൊച്ചു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വഴി തുറക്കണമേ. ഈ വീട് ഒരു പ്രാർത്ഥനാ ഭവനമായിരിക്കട്ടെ. ആ വീടിൻ്റെ ഐശ്വര്യമായി അമ്മ അവിടെ വാഴണമേ. നിന്റെ കൂടാരം ഞാൻ വിശാലമാക്കും എന്ന ദൈവവചനം ഇന്ന് ഞങ്ങളിൽ പൂർത്തിയാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും ദൈവത്തിൻ്റെ പരിപാലനയും നിങ്ങളുടെ ഭവന സ്വപ്നങ്ങളിൽ ഉണ്ടാകട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.